നമസ്കാരം. ഏപ്രിൽ 14 പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ വിഷു ആഘോഷിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 14. എന്നാൽ ഭാസിസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 14 ഒരു തുടക്കത്തിൻ്റെ ദിവസമാണ്. നിങ്ങളെ സംബന്ധിച്ചും പുതുവർഷത്തിൻ്റെ ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. എല്ലാവരും കണിയൊക്കെ കണ്ട് വിഷു കൈനീട്ടമൊക്കെ വാങ്ങിച്ച് ഒരു പുതിയ ദിവസം അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ദിനചര്യയിലേക്ക് ജീവിതചര്യയിലേക്കൊക്കെ മാറുവാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ളൊരു ദിവസമാണ് ഏപ്രിൽ 14. ഇതേ ദിവസം തന്നെ നമ്മുടെ അക്കാഡമിയും ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് പുതിയ ഒരു മാറ്റത്തിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ LDC പരീക്ഷ വരികയാണ്. LDC പരീക്ഷ അതായത് ജൂലൈ മാസം മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് LDCയുടെ പരീക്ഷ നടത്തപ്പെടുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങളെന്ന് പറയുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി ബാക്കിലേക്ക് പോയെങ്കിൽ ആയി, അല്ലെന്നുണ്ടെങ്കിൽ അതേ സമയത്തിന് നടക്കും. എന്നിരുന്നാലും കൃത്യമായി നോക്കി വിലയിരുത്തി പഠിക്കുന്ന ഒരാൾക്ക് 100 ദിവസങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ മുന്നിലുണ്ട്. 100 ദിവസങ്ങൾ മുന്നിലുണ്ട്. സാധാരണഗതിയിൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ മുൻപ് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. തയ്യാറെടുപ്പ് താൽക്കാലികമായിട്ട് അവധി കൊടുത്തിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു സർക്കാർ ജോലി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാലത്ത് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ LDC എന്നൊരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഉറപ്പായിട്ടും അവർ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കും. അങ്ങനെ നോക്കിയാൽ ശരാശരി ഓരോ ജില്ലകളിലും നമുക്ക് 60,000 മുതൽ 1,00,000 വരെയുള്ള ആപ്ലിക്കൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 60,000 മുതൽ 1,00,000 വരെയുള്ള ആപ്ലിക്കൻസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മുൻകാലങ്ങളിൽ, അതായത് കഴിഞ്ഞ തവണ പ്രിലിംസ് എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയിൻസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പ്രിലിംസും ഇല്ല, മെയിൻസും ഇല്ല, ഒരൊറ്റ പരീക്ഷയാണ്. അത് വിജയിക്കുന്ന ആളുകൾക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. പഴയതുപോലെ ഒരു ജംബോ ലിസ്റ്റൊന്നും ആയിരിക്കുകയില്ല. റാങ്ക് പട്ടിക എന്ന് പറയുന്നത് ശരാശരി 500 മുതൽ 1000 വരെയുള്ള ആളുകളുടെ ഒരു റാങ്ക് പട്ടികയായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. ഇടുക്കി, പത്തനംതിട്ട, അതേപോലെ തന്നെ കാസർഗോഡ്, വയനാട് മുതലായ ജില്ലകളിൽ 500-ൽ താഴെയായിരിക്കും ഈ പറയുന്ന റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷ എഴുതുന്ന 60,000-ൽ നിന്ന് 500-ലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എത്രയാണ്? 100-ൽ ഒരാൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന, പരീക്ഷാ ഹാളിൽ എത്തുന്ന 100-ൽ ഒരാൾ മാത്രമാണ് LD ക്ലർക്ക് എന്നുള്ള പരീക്ഷ എഴുതി വിജയിച്ച് സർവീസിൽ പ്രവേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ പരിജ്ഞാനം നമുക്കുണ്ടാവണം. അപ്പോൾ 100-ൽ ഒരാൾ ആവണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 99 പേരെ പോലെ നമ്മൾ ആകുവാൻ പാടില്ല എന്നാണ് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം 99 പേരെന്ന് പറയുന്നത് പരീക്ഷ എഴുതുവാൻ പോകുന്ന ആൾക്കാരാണ്, സ്ഥലം കാണുവാൻ പോകുന്ന ആൾക്കാരാണ്, ചുമ്മാ ഒരു ദിവസം ജോലി അടിക്കുവാൻ പോകുന്ന ആൾക്കാരാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുവാൻ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ സർവീസിൽ പ്രവേശിക്കുവാൻ വേണ്ടുന്ന മാർക്ക് നേടുവാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഈ 99 പേർ എന്ന് പറയുന്നത്. നിങ്ങൾ ആരാവണം എന്ന് നിശ്ചയിക്കേണ്ടുന്നത് നിങ്ങളാണ്. 99 ആവണോ അതോ 1 ആയി മാറി നിൽക്കുന്ന 100-ാമനായിട്ട് മാറണമോ? ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോയ്സ്? ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ചോയ്സ് എന്ന് പറയുന്നത് ഈ 99 മാറ്റി നിർത്തി കഴിയുമ്പോൾ കിട്ടുന്ന 1 ആഗ്രഹിക്കുന്ന ചോയ്സ് എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ആഗ്രഹം മാത്രം വെച്ച് പുലർന്ന് ഇവൾ ചെന്ന് അവസാനിക്കുന്നത് ഈ 99 എന്ന കൂട്ടത്തിലാണ്. അതാണ് ഈ 99 ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 99 ക്ലബ്ബിലാണോ 1 ക്ലബ്ബിലാണോ നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ജോലി നേടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മാത്രം പോരാ, അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പ് വേണം. തയ്യാറെടുപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനവും നമ്മൾ നടത്തിയേ മതിയാവുകയുള്ളൂ. എത്ര പേർക്ക് അത്തരത്തിൽ പഠനം നടത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയുവാൻ സാധിക്കുമോ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുമെന്ന്? ഒരിക്കലും പകുതിയിലധികം ആളുകളും പറയില്ല. കാരണം പല പല തിരക്കുകളിൽ പെട്ടിട്ട് പല കാരണങ്ങളാലും പഠനം മാറ്റിവയ്ക്കപ്പെടേണ്ടി വരുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇനി മുന്നോട്ടുള്ള സമയം എത്രയെന്ന് കണക്ക് കൂട്ടുക. ആഘോഷങ്ങളെല്ലാം വിഷുവോടുകൂടി കഴിയും. പിന്നെ നമുക്ക് ഓണം വരുന്നത് വരെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു 100 ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റഡി പ്ലാനായിട്ട് നമുക്ക് നിശ്ചയിക്കുവാനായിട്ട് സാധിക്കും. 100 ദിവസം കൊണ്ട് എന്ത് മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ, LD ക്ലർക്ക് പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ നമ്മളുടെ പേര് എഴുതി ചേർക്കുന്ന മാറ്റം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറക്കെ പറയുവാനും ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കണം. സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റായിട്ട് മാറും അല്ലേ. എത്രത്തോളം മാർക്ക്, എത്രത്തോളം ചോദ്യങ്ങൾ ഇവയാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. 100 മാർക്കും
100 ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് വരുന്നത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്കറിയാമായിരുന്ന ആ ഒരു സ്കോർ നില എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഒരു 50നും 60നും ഇടയിലുള്ള മാർക്കാണ് പല ജില്ലകളിലും കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത്. പരീക്ഷയിൽ ആദ്യമായിട്ടൊരു മാറ്റം വന്ന് പ്രിലിമിനറി, മെയിൻസ്, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചേരുംപടി ചേർക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് പരീക്ഷയുടെ പാറ്റേൺ മാറിയ വർഷമായിരുന്നിട്ടും 50 മുതൽ 60% വരെ മാർക്ക് നേടിയ മിടുക്കന്മാരും മിടുക്കികളുമാണ് റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി വരാനിരിക്കുന്ന മത്സര പരീക്ഷകളുടെയും ചോദ്യപേപ്പറിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇതേ രീതിയിലൊക്കെ തന്നെയായിരിക്കും ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 55 മുതൽ 65 വരെയുള്ള മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കാം ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിലെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു മാർക്ക് നമുക്ക് നേടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 90 മാർക്ക് ടാർഗറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്ക് പര്യാപ്തമായ 55നും 65നും ഇടയിലുള്ള മാർക്ക് ലഭിക്കുകയുള്ളൂ. ആ മാർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ പഠിക്കണമെന്നതിനെ സംബന്ധിച്ച് ഭാസിസ് അക്കാഡമിക്ക് ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ സ്റ്റഡി പ്ലാൻ നമ്മൾ ആരംഭിക്കുന്നത് ദിവസമാണ് ഏപ്രിൽ 14 എന്ന് പറയുന്ന ദിവസം. ഏപ്രിൽ 14 വിഷു ദിവസമാണ്. ഏപ്രിൽ 14, മെയ് 14 അല്ലേ, ജൂൺ 14, ജൂലൈ 14. അപ്പോൾ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ ഉണ്ടാകുമെങ്കിൽ ജൂലൈ 13 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ജൂലൈ 13, ജൂലൈ 14 അല്ലെ, ജൂലൈ 24. അപ്പോൾ ജൂലൈ 24 എന്ന് പറയുന്ന ഒരു ദിവസം വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 100 ദിവസത്തോളം എല്ലാം പഠനം നമ്മുടെ പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൊണ്ട് നമുക്ക് റാങ്ക് പട്ടികയിൽ എത്തിച്ചേരുന്നതിനാവശ്യമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ഭാസിസ് അക്കാഡമി മിഷൻ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജോ ടെലഗ്രാമോ അയച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എൻക്വയറി നടത്താവുന്നതാണ്. 9846183166 എന്നതാണ് ഈ ഒരു നമ്പർ. അതായത് ഭാസിസ് അക്കാഡമിയുടെ LDCയുടെ ഒരു കോഴ്സ് 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. ഈ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് ഏപ്രിൽ 14-നാണ്. ജൂലൈ മാസം 24-ഓടുകൂടി നമ്മുടെ സിലബസ് പൂർണ്ണമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ ക്ലാസ്സുകൾ, ഓഡിയോ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്വിസുകൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സ് നമ്മൾ ടെലഗ്രാം എന്നുള്ളൊരു ചാനലിലൂടെയാണ്, പ്രൈവറ്റ് ടെലഗ്രാം ചാനലിലൂടെയാണ് നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഉള്ളൂ. ആ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് വെറും 500 രൂപ മാത്രമാണ്. 100 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സിൻ്റെ മെമ്പർഷിപ്പ് ഫീ, വേറെ ഫീസ് ഒന്നും തന്നെയില്ല. ഇത് നടത്തുന്നത് PS ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന് നിശ്ചയിച്ചിരിക്കുന്നത് വെറും 500 രൂപ മാത്രമാണ് LDC കോഴ്സിൻ്റെ ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു റാങ്ക് ഫെയിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി കൊടുക്കണം. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പ്രയത്നം നമ്മൾ ചെലവഴിക്കേണ്ടി വരും. ഇത് വെറും ഒരു 500 രൂപ മെമ്പർഷിപ്പ് ഫീ വാങ്ങിക്കൊണ്ട് മിഷൻ ഗവൺമെൻറ് ജോബ് എന്ന പേരിലുള്ള നമ്മളുടെ LDC പഠന പദ്ധതി, പരിശീലന പദ്ധതിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു LDC പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഏപ്രിൽ 14-ാം തീയതി മുതൽ ആരംഭിക്കുന്ന നമ്മളുടെ LDC 100 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ കാണുന്ന നമ്പറിൽ 9846183166 എന്ന നമ്പറിൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ച് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.